ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വെള്ളരിക്ക കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചേക്കണേ കേട്ടോ. അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങയില കഴുകി വെച്ചതാണ് ആദ്യം കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം ചെയ്തു വെച്ച ജോലികളാട്ടോ. മുരിങ്ങയില എല്ലാം ഊരി ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായി. അതിപ്പോൾ കഴുകി എടുത്തു വെച്ചു. പിന്നെ വെള്ളരിക്കയൊക്കെ നുറുക്കി അതും വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ അതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളും അതെല്ലാം കഴിഞ്ഞ് മുറ്റടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണതാട്ടോ. അപ്പോൾ ഈ മുരിങ്ങയില തോരനും വയ്ക്കാം, മോര് കറിയും വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നാണെങ്കിൽ കുറേ ജോലികളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നോമ്പിൻ്റെയൊക്കെ പണികൾ ഇങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ടാർഗറ്റ് വെച്ചിട്ട് കുറേശ്ശെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒന്നായിട്ട് തീർക്കാൻ എനിക്ക് പറ്റില്ല, ടയേർഡാവും. അപ്പോൾ രാവിലെ തന്നെ ഇതുപോലെയുള്ള എളുപ്പ കൂട്ടാനുകളൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേഗം ചെയ്ത് വെച്ചിട്ട് നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാമല്ലോ. നമ്മൾ ക്ലീൻ ചെയ്യാനും കുക്കിങ്ങിനും എല്ലാത്തിനും കൂടി നിൽക്കുമ്പോൾ നമ്മളൊരാളല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യണ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള വലിയ ജോലികൾ ചെയ്യാൻ നമുക്ക് എന്തായാലും സമയം കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈസി കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ ആ സമയമാണ് ക്ലീനിങ്ങിനായിട്ട് പോണത്. അപ്പോൾ മോര് കറി ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള കറിയാണ്. അപ്പോൾ പണിയും പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മോര് കറി ഉണ്ടാക്കിയത്. അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിയും കഷ്ണങ്ങളെല്ലാം വേവായി. അപ്പോൾ അതിലേക്ക് ഇനി അരപ്പൊഴിച്ചിട്ട് തൈര് ഒഴിച്ച് നമുക്ക് കടുക് വറുത്താൽ കറിയും റെഡിയാവുമല്ലോ. പിന്നെ പപ്പടവും ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ വെള്ളമില്ല കേട്ടോ. കിണറിൻ്റെ വെള്ളം അടിയിൽ പോയിട്ട് അടി കണ്ടു തുടങ്ങി. അവിടെ ഇവിടെയായിട്ട് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. മോട്ടർ അടിച്ചിട്ട് പകുതി വെള്ളമായിട്ട് കയറിയിട്ടുള്ളൂ, പിന്നെ വെള്ളമില്ല. അപ്പോൾ ഇനി വാട്ടർ കണക്ഷൻ തന്നെയാണ് ശരണമുള്ളൂ. ഇവിടെ ഇത്രയും നേരത്തെ ഇപ്പോഴാട്ടെ ഈ വർഷമാണ് വെള്ളം ഇത്രയും കുറഞ്ഞു പോയത്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു മാർച്ച് പകുതിയൊക്കെ ആകുമ്പോഴാണ് ഇത്രയൊക്കെ കുറയലുണ്ടായുള്ളൂ. നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഈ മഴയും കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും വെള്ളം വളരെ കുറവാണ്. ഈ സമയത്താണെങ്കിൽ വെള്ളം അധികം വേണം. ക്ലീനിങ്ങിനാണെങ്കിൽ നന്നായിട്ട് വെള്ളവും വേണം. വാട്ടർ കണക്ഷനിൽ വെള്ളം വരുമ്പോൾ നമ്മളത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ഒരു ദിവസം 2 ജനൽ, ഒരു ഫാന്, ആ കണക്കിനായിട്ട് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 2 ജനൽ ക്ലീൻ ചെയ്യണം, ഒരു ഫാനും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ എൻ്റെ മൂത്ത മോനുണ്ട് കേട്ടോ. അവന് ഇപ്പോൾ +2 ആയിരുന്നു. അപ്പോൾ അവൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവന് എക്സാമിന് പോയാൽ മതി. അപ്പോൾ അവനും കൂടി എന്നെ സഹായിക്കും കേട്ടോ. എൻ്റെ കൈകളെത്താത്ത സ്ഥലത്തൊക്കെ അവൻ എനിക്ക് തേച്ചൊക്കെ കഴുകിയൊക്കെ തരും. പിന്നെ ഫാൻ്റെ ലീഫിനകത്തുള്ള പൊടിയൊക്കെ അവൻ തന്നെ എനിക്ക് ക്ലീനൊക്കെ ചെയ്തൊക്കെ തരും കേട്ടോ. നമുക്ക് നല്ല സഹായം, അവനും പകുതി സഹായം ചെയ്ത് വരും, ബാക്കി ഞാനും കൂടിയാണ്. അങ്ങനെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ എൻ്റെ ക്ലീനിങ്ങിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ ഇതിങ്ങനെ നമുക്ക് മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് വീഡിയോ എടുത്തിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നിന്ന് കഴിയുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു സ്പോഞ്ചിനകത്ത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ആക്കിയിട്ട് ഈ ചില്ലൊക്കെ ഞാൻ തേച്ച് സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് കഴുകി വെളുപ്പിച്ചതാട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സോപ്പും പതിയെല്ലാം കഴുകി കളഞ്ഞിട്ട് വീണ്ടും ലാസ്റ്റ് വെള്ളം ഒഴിച്ച് എടുക്കണ സീനാണിത്. ഇതുപോലെ വർഷത്തിലൊരിക്കലായിട്ട് ഇങ്ങനെ ചില്ലുകളൊക്കെ തേച്ച് കഴുകണത്, അതായത് നോമ്പാവുമ്പോൾ. അല്ലാത്തപ്പോൾ നമ്മളിങ്ങനെ മാറാലയും പൊടിയൊക്കെ എപ്പോഴും പിടിക്കുമല്ലോ, പ്രത്യേകിച്ച് പുറത്തൊക്കെ ഉള്ള ജനലുകളല്ലേ. അപ്പോൾ പെട്ടെന്ന് പൊടിയാവും. അപ്പോൾ അതിങ്ങനെ ചൂലിന് തൂത്തെടുത്തിട്ട് പോകും നമ്മൾ കൂടുതൽ കാണുന്ന സമയത്ത്. അല്ലാതെ ഇങ്ങനെ വെള്ളവും സോപ്പും ഒക്കെ വെച്ച് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കണത് വർഷത്തിലൊരിക്കലാണ്. അങ്ങനെ ഇന്നത്തെ ടാർഗറ്റ് 2 ജനലായിരുന്നു. അപ്പോൾ ആ 2 ജനലുകളും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ജനൽ എന്ന് പറയുമ്പോൾ 3 പാളിയുടെ വലിയ ജനലുകളാണ്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ മുറികളുടെ 2 ജനൽ വെച്ച് അങ്ങനെ ഓരോ ദിവസം തീർക്കും. പിന്നെ ഈ ഫാനാണ് ഇന്ന് ക്ലീൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് പൊടിയും അഴുക്കും ഉണ്ടായിട്ടോ. ഇതുപോലത്തെ 2 ഫാനും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ സീലിംഗ് ഫാനുകളും. അപ്പോൾ ഇതും ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ക്ലീനിങ് ഇന്നത്തെ ഈ വലിയ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ സാധാരണ ഉള്ള ജോലികൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് അല്ലാതെ തന്നെ വേറെയും ജോലികളുണ്ടല്ലോ, അലക്കൽ, അടിച്ചുവാരൽ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ടയേർഡായുള്ള നല്ല ദാഹമുണ്ട്. അപ്പോൾ തണ്ണിമത്തങ്ങ ഉണ്ടായി. അപ്പോൾ അത്
കുത്തി കലക്കണം എന്നാട്ടെ ഞാൻ പറയണേ. അപ്പോൾ തണ്ണിമത്തങ്ങ കുത്തി കലക്കി എടുക്കാനായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പഞ്ചസാരയും ഐസ് ക്യൂബ്സും ഇട്ടിട്ടാണ് കുത്തി കലക്കാറ്. അപ്പോൾ ഇതിപ്പോൾ പാത്രം നിറഞ്ഞിരുന്ന കാരണം അതൊന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഉടയ്ക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു പോകും. അപ്പോൾ അത് താഴ്ന്നു പോയി കഴിഞ്ഞിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഐസും കൂടി ഇട്ടിട്ട് ഇത് ഇളക്കി കൂട്ടി നമുക്ക് കോരി കുടിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാനും കൂടി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ഉടച്ചുടച്ചിട്ടേക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത